ഹായ് ഓൾ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഡിറ്റർമിൻസ് എന്ന ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉറപ്പായിട്ടും 6 മാർക്കാണ്. 6 മാർക്സിന് ചോദിക്കുന്ന ഉറപ്പായിട്ടും വരുന്നൊരു ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, സോൾവ് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ബൈ യൂസിങ് മെട്രിക്സ് മെത്തേഡാണ്. ഒന്നുമില്ല, 3 അൺനോൺ വേരിയബിൾ ഉണ്ട്, 3 ഇക്വേഷൻസ് ഉണ്ടാവും. നമ്മൾ മെട്രിക്സ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് സോൾവ് ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയവർക്ക് അറിയാം, ഇത് ഉറപ്പായിട്ട് മസ്റ്റ് ആയിട്ട് ചെയ്യുന്നൊരു പ്രോബ്ലം ആണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ട്രിക്ക് കൂടി കേട്ടോ. അഡ്ജോയിൻ്റെ കണ്ടുപിടിക്കാനുള്ള ആരും പറഞ്ഞാൽ ഒരു കിടിലൻ ട്രിക്കാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ ത്രൂ ഔട്ട് ദ വീഡിയോ. ഓക്കെ, സോ ഓൾറെഡി അറിയുന്നവരും കൂടെ ഒന്ന് വീഡിയോ ഫുള്ളായി കാണുക, കാരണം നിങ്ങൾ ചെയ്യുന്ന സ്റ്റെപ്പ് അല്ലാതെ വേറെ നിങ്ങൾ മാറി ചെയ്യുന്നുണ്ടോ എന്നുള്ളതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. സോ ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു ക്വസ്റ്റൻ തന്നിട്ടുണ്ട്, 3 ഇക്വേഷൻ തന്നിട്ട് 2x + 3y + 3z = 5 ഉണ്ട്, x - 2y + z = -4 ഉണ്ട്, 3x - 2y = 2, 3x - y - 2z = 3 എന്നുണ്ട്. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം തന്നെ ഈ ഒരു ഇക്വേഷനെ 3 മെട്രിക്സ് ആയിട്ട് തിരിക്കണം. ആദ്യത്തെ മെട്രിക്സ് എന്ന് വെച്ചാൽ എ ആണ്. എ എന്ന മെട്രിക്സ് എന്ന് വെച്ചാൽ എല്ലാ അൺനോൺ വേരിയബിളിനും കോഎഫിഷ്യൻസ് ആണ്. അത് എക്സിന്റെ കോഎഫിഷ്യൻ 2, y 3, ഇവിടെ സെറ്റ്. പിന്നെ ഇവിടെ എക്സിന്റെ ഒന്നുമില്ലാണ്ട് 0 ഇടരുത്, ഇവിടെ 1 ആണ്. പിന്നെ -2 എന്നാണ്, ഇവിടെ 1 ആണ്. ഓക്കെ, പിന്നെ എന്താണ് അടുത്ത 3, -1, -2. ഇത് ഒരു മെട്രിക്സ് ആയിട്ട് എഴുതുക. അടുത്ത മെട്രിക്സ് ബി ആണ്. ബി മെട്രിക്സ് എന്താണ്? ഈ കോൺസ്റ്റന്റിന് മാത്രം. ഇവിടെ എന്താണ്? 5, -4, 3. ഈ 5 ഇപ്പുറത്തിട്ട് ഇവിടെ 0 എഴുതി കഴിഞ്ഞാൽ അതായത് ഇവിടെ -5 ആയിരിക്കും, ചിലപ്പോൾ ഇവിടെ 0 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കോൺസ്റ്റന്റ് ഇപ്പുറത്തോട്ട് കൊണ്ടുകൊടുത്തിട്ട് അത് ബി എന്നൊരു മെട്രിക്സിൽ അകപ്പെടുത്തണം. പിന്നെ അടുത്തത് അൺനോൺ വേരിയബിൾസിന്റെ ഒരു മെട്രിക്സ് കൂടെ, അത് x, y, z ഒരു 3/1 മെട്രിക്സ്, അതും കൂടെ എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കിട്ടാന്ന് വെച്ചാൽ ഈ രൂപത്തിലാണ് കിട്ടുക. അതായത് ഇതിന്റെ കോഎഫിഷ്യൻസ് എല്ലാം എഴുതിയ ഒരു എ മെട്രിക്സും, പിന്നെ ഒരു ബി മെട്രിക്സ് കോൺസ്റ്റന്റ് എഴുതിയ ബി മെട്രിക്സും, പിന്നെ അൺനോൺ വേരിയബിൾസ് എഴുതിയ എക്സ് മെട്രിക്സും. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ഇതിന്റെ ഒരു റിലേഷൻ എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. എ എന്നൊരു മെട്രിക്സിന്റെ കൂടെ എ എന്നൊരു മെട്രിക്സിലൂടെ എക്സ് എന്നൊരു മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ബി എന്നൊരു മെട്രിക്സ് കിട്ടാം. അപ്പോൾ ഇതാണ് ഇതിന്റെ റിലേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ എനെ നമ്മൾ RHSലോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താ ഇൻവേഴ്സ് ആവും അല്ലെ, എ ഇൻവേഴ്സ് ആവും. അങ്ങനെ നമുക്കൊരു വേറെ അടിപൊളി റിലേഷൻ കിട്ടും. എക്സ് = എ ഇൻവേഴ്സ് × ബി എന്ന് നല്ല ഭംഗിയിൽ നല്ല അടിപൊളിയായിട്ട് അവിടെ എഴുതി വെക്കാം. എക്സ് = എ ഇൻവേഴ്സ് × ബി. എക്സ് എന്താണെന്ന് നമുക്കറിയാം, എ ഇൻവേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം, ബി എന്താണെന്ന് നമുക്കറിയാം. സോ ആകെ കണ്ടുപിടിക്കേണ്ടത് എ ഇൻവേഴ്സ് മാത്രമാണ്. കണ്ടുപിടിച്ച ശേഷം ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ മാത്രം ചെയ്താൽ മതി. ഓക്കെ, റെഡി. സോ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു. എ ഇൻവേഴ്സ് = എന്താണ്? അഡ്ജോയിന്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ദ ഡിറ്റർമിനന്റ് ഓഫ് എ ആണ്. അഡ്ജോയിന്റ് കണ്ടുപിടിക്കാനുള്ള കിഡിലൻ ട്രിക്കായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അഡ്ജോയിന്റ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. സോ അഡ്ജോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം എ എന്നൊരു മെട്രിക്സ് നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ എ എന്ന മെട്രിക്സ് ഒന്ന് കോപ്പി ചെയ്ത് ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത് ഈ നമ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇതെങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതെങ്ങനെ കിട്ടിയെന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ശ്രദ്ധിച്ചോ. നമ്മൾ ആദ്യത്തെ ഏറ്റവും നടുവത്തെ എലമെന്റ് എടുക്കാം. ഏറ്റവും നടുവത്തെ എലമെന്റ് -2 അല്ലേ? -2 എന്നാണ് നമ്മൾ തുടക്കം. -2, -1, 3, -2. അതായത് മേലെ താഴെ മേലെ, പിന്നെ അവസാനിപ്പിച്ച അവിടെ തന്നെ നടുക്കുന്ന് താഴെ മേലെ നടുക്ക്, അങ്ങനെ എടുക്കുക കേട്ടോ. സോ -2 സ്റ്റാർട്ട് ചെയ്ത് നോക്കി, -2, -1, 3, -2. ഇങ്ങനെ ഇവിടേക്ക് വരും. അടുത്തത് എന്താണ്? അടുത്തത് ഇവിടെ എടുക്കാം. 1, -2, 3, 1. 1, -2, 3, 1. അടുത്ത് നോക്കിയേ, 1, 3, 2, 1. ഓക്കെ, 1, 3, 2, 1. ഇങ്ങനെ ഒന്ന് എഴുതി വെക്കാം കേട്ടോ. അടുത്തത് ഫസ്റ്റത്തെ റോ അതേപോലെ കോപ്പി ചെയ്തിട്ട് ലാസ്റ്റ് അങ്ങോട്ട് പേസ്റ്റ് ചെയ്യാം. സെയിം സാധനം. ഓക്കെ, നമ്മൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. നടുവത്തെ എലമെന്റ് എടുക്കാം, താഴെ മേലെ നടുവ്. പിന്നെ നോക്കിയേ, നടുവത്ത് എടുക്കുക, താഴെ മേലെ നടുവ്. പിന്നെ നോക്കിയേ, നടുവത്ത് എടുക്കുക, താഴെ മേലെ വീണ്ടും നടുവ്. ആ രീതിക്ക് തന്നെ പോവുക. പിന്നെ എന്ത് ചെയ്യുക? ഫസ്റ്റ് റോ നേരെ കോപ്പി ചെയ്യുക, താഴെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. സോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു രൂപത്തിൽ കിട്ടും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒരു 2/2 ഡിറ്റർമിനൻസ് പോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഡിഫറൻസ് ചെയ്താൽ മതി. ഓക്കെ, -2 ന് -2 4, 4 -1, 4 + 1 5. സോ അഡ്ജോയിന്റ് എന്താ കിട്ടുക? സോ അഡ്ജോയിന്റ് കിട്ടുന്നത്, അഡ്ജോയിന്റ് എ കിട്ടുന്നത് എന്താടാ? ആദ്യം കിട്ടുന്നത് 5 കിട്ടി. അടുത്തത് എന്താ കിട്ടുക? -1 × 3, -3 + 6, -3 + 6 എത്ര? 3. പിന്നെ അടുത്ത എന്താ? 3 + 6 9. സോ ഈ രീതി ഇങ്ങനെ എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് വളരെ ഈസി ആയിട്ട് അടിപൊളിയായിട്ട് ഒരു അഡ്ജോയിന്റ് ഓഫ് എ ഇങ്ങനെ ഈസി ആയിട്ട് കിട്ടും. ഇപ്പം നിങ്ങൾ ഡൗട്ട് ആയിരിക്കും, സാറേ ഇനിയും ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചിട്ടില്ലല്ലോ, ഞാൻ മനഃപൂർവ്വം കണ്ടുപിടിക്കാത്തതാണ് ഡിറ്റർമിനന്റ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്ന സാധാരണ ഇക്വേഷനെക്കാട്ടിയും എളുപ്പമാണ് ഇനി ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ. നമ്മുടെ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. സോ ഇനി കണ്ടുപിടിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ എന്റെ റോയും അഡ്ജോയിന്റ് ഓഫ് എന്റെ കോളവും തമ്മിലൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി, ഡിറ്റർമിനന്റ് കിട്ടും. വളരെ ഈസി അല്ലേ? 2 × 5 നോക്കിയാൽ ഞാൻ എഴുതാം. ഡിറ്റർമിനന്റ് എ = എന്താ വരിക? 2 × 5 10 പ്ലസ്, ഓക്കെ, അടുത്തെന്താ? 3 × 5 15 പ്ലസ് വീണ്ടും 3 × 5 വീണ്ടും 15. അപ്പോൾ എന്താ കിട്ടുക? 40. ഡിറ്റർമിനന്റ് എ കിട്ടിക്കഴിഞ്ഞു. ഇനി കണ്ടുപിടിക്കുന്നത് എ ഇൻവേഴ്സ് ആണ് അല്ലേ? അഡ്ജോയിന്റ് എയും കിട്ടി, ഡിറ്റർമിനന്റ് എയും കിട്ടി. ഇനി എ ഇൻവേഴ്സ് നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. എ ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എ ഇൻവേഴ്സ് = എന്താണ്? 1/ഡിറ്റർമിനന്റ് എ ആണ്. 1/40 ഇൻറ്റു നമ്മുടെ എന്താണ്? നമ്മുടെ അഡ്ജോയിന്റ് എ ആണ്. അഡ്ജോയിന്റ് എ എവിടെ? അഡ്ജോയിന്റ് എ ഇവിടെ വന്നിട്ടുണ്ട്.
അഡ്ജോയിൻ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ക്ലിയർ അല്ലേ? ഇത് എ ഇൻവേഴ്സ് കിട്ടി. ഇനി ഇതിൻ്റെ കൂടെ ബി എന്നൊരു മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മുടെ ആൻസർ ആയിട്ടുണ്ട്. സോ എക്സ് എന്നൊരു മെട്രിക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സ് എന്ന് വെച്ചാൽ എന്താണ്? എക്സ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, എക്സ് വൈ സെഡ് ആണ് അല്ലേ? എക്സ് വൈ സെഡ് ആണ്. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു നത്തിങ് ബട്ട് എന്താണ്? നമ്മുടെ ഈ ഒരു എ ഇൻവേഴ്സിൻ്റെ കൂടെ നമ്മൾ ബി എന്നൊരു മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകണം. എ ഇൻവേഴ്സ് നമ്മളിവിടെ എഴുതി ഇൻറ്റു ബി എന്തായിരുന്നടാ? 5 -4 3 അല്ലേ? 5 -4 3. ഇതൊന്നും മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടാം? 1/40 വീണ്ടും ഉണ്ട്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ? 3/1 മെട്രിക്സ് ആയിരിക്കും കേട്ടോ കിട്ടാം. ശ്രദ്ധിക്കണം, ഇത് 3/3 മെട്രിക്സും ഇത് 3/1 മെട്രിക്സുമാണ്. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 3/1 മെട്രിക്സ് ആ കിട്ടുക. സോ ഓക്കെ, 25 -25 -12 പ്ലസ് 27 എത്ര കിട്ടാം? 25 - 12 പ്ലസ് 27 25 - 12 13 13 പ്ലസ് 27 40 പിന്നെന്താണ്? 25 - 52 പ്ലസ് 52 പ്ലസ് 3 അപ്പോൾ 25 പ്ലസ് 55 80 പിന്നെന്താ? 25 - 44 -21 ആൻസർ ഈസ് -40. സോ -1/40 ഉള്ളിലോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ എഴുതാം എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 40/40 1 80/40 2 -40/40 -1. സോ ആൻസർ കിട്ടിക്കഴിഞ്ഞു, വിച്ച് ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു 1 വൈ ഈസ് ഈക്വൽ ടു 2 ഇസഡ് ഈസ് ഈക്വൽ ടു -1. സോ ദ ആൻസർ ഈസ് ഡൺ. ഇത്രയും ഈസി ആയിട്ട് നിങ്ങൾ സോൾവ് ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ ഒരു അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ഭാഗമാണ്. സോ നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതേപോലത്തെ വീഡിയോസ് ഇനിയും വേണം, അതുപോലെ തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ഇറ്റ്സ് മീ TJ സൈനിങ് ഓഫ് ഫ്രം ബ്രേസ്. ബൈ, ടേക്ക് കെയർ.